ഹായ് സ്റ്റുഡൻസ്, ക്യുസാറ്റ് 2025 ക്രാഷ് കോഴ്സിന്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. +2 ലെവലിൽ വരുന്ന കോംപ്ലക്സ് നമ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോംപ്ലക്സ് നമ്പർ ഈ ക്ലാസ് MC എൻട്രൻസ് ചെയ്യുന്നവർക്കും അതുപോലെ MSc എൻട്രൻസ് ചെയ്യുന്നവർക്കും കോമൺലി ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ MSc എൻട്രൻസ് എഴുതുന്നവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കോംപ്ലക്സ് നമ്പർ വേണം. അതിന്റെ ക്ലാസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. കോംപ്ലക്സ് നമ്പറിന്റെ സെക്കൻഡ് തേർഡ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ MC എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ, MCA കാറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ ഈ ക്ലാസ് മാത്രം കേട്ടാൽ ഇത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ കാര്യങ്ങളും പറയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുക. അപ്പോൾ MSc എൻട്രൻസ് എഴുതുന്നവർക്കും ഇത് കോമൺലി ആവശ്യമുണ്ട്. കാരണം MSc എഴുതുന്നവർ +2 തൊട്ടിട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള മാത്തമാറ്റിക്സ് വരുമ്പോൾ അവിടെയുള്ള കോംപ്ലക്സ് നമ്പർ +2 ലെവലിൽ കോംപ്ലക്സ് നമ്പർ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഡിഗ്രിക്ക് ഫൈനൽ ഇയറിൽ കോംപ്ലക്സ് നമ്പർ പഠിക്കുന്നുണ്ട്. അതും കൂടെ MSc എൻട്രൻസ് ചെയ്യുന്നവർക്കാണ്. MC എൻട്രൻസ് ചെയ്യുന്നവർക്ക് സബ്സിഡറി മാത്തമാറ്റിക്സ് ആണ് സിലബസിൽ, എൻട്രൻസിന്റെ സിലബസിൽ പറയുന്നത്. അവിടെ സബ്സിഡറി മാത്തമാറ്റിക്സ് നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ +2 ലെവലിലുള്ള മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി MC എൻട്രൻസിന്. ഈ വീഡിയോ രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ MC എൻട്രൻസ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ ബേസിക് ക്ലാസ് ആണ് നമ്മളിവിടെ പറയുന്നത്, കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇങ്ങനെയാണ് പറയുക, Z = A+IB ആണ് കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A+IB ആണ്. ഇനി ഇതിനെ നമ്മൾ പറയുന്നത് റിയൽ ഓഫ് Z എന്നാണ്. കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയും. ഓക്കെ, ഇതാണ് എന്ത് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട്. ഇവിടെയുള്ള ഈ B മാത്രം ഉള്ളതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇമാജിനറി ഓഫ് Z എന്ന് പറയും. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ് ഇതിനെ പറയും. ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു 3+ Z = 3+2i എന്ന് തന്നു കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് പറയുന്നത് അതിന്റെ റിയൽ പാർട്ടും 2 എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഇമാജിനറി പാർട്ടുമാണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് എന്ന്. ഇനി തൊട്ടടുത്തതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 എന്ന് പറയുന്നതാണ് എന്ത് I എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഇമാജിനറി I എന്ന് പറയുന്നതിന് നമ്മൾ √-1 ആണ് നമ്മൾ I എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പവർ ഓഫ് ഐകൾ അറിയാനുണ്ട്. ഇത് നമ്മൾ +2 പഠിക്കുന്നത് പവർ ഓഫ് I എന്ന് പറയും. ഐയുടെ പവേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പവർ ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, √-1 ആണ് I എന്ന് പറയുന്നത്. ഇനി I² എന്ന് പറഞ്ഞാൽ എന്ത് വരും, √-1ന്റെ ഹോൾ സ്ക്വയർ ആണ് വരും. ഓക്കെ, ഇതെന്ത് വരും, -1 വരും. സ്ക്വയറും സ്ക്വയർ റൂട്ടും നെഗറ്റീവ്. ഇനി I³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, I³ I² I എന്ന് എഴുതി കഴിഞ്ഞാൽ I² -I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I². I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I² × I² I² -1 ആണ്. I² അപ്പൊ എന്താണ് ആൻസർ മനസ്സിലാക്കാൻ കാര്യം. I എന്ന് പറഞ്ഞാൽ √-1 നമ്മൾ എന്താ പറയുക I എന്ന് പറയുന്നത്. -1 ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ -I ആണ്. I⁴ എന്ന് പറഞ്ഞാൽ I ആണ്. ഇനി എന്ത് ചെയ്യാം, I5 എന്ന് പറഞ്ഞാൽ എന്താ, I⁴ × I. I4 1 ആയതുകൊണ്ട് ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I⁵ എന്താണ് I ആണ്. ഇതിന്റെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, I⁵ എഴുതാൻ പറ്റും, I⁴ 1 എന്ന് എഴുതാം. I⁵ ഞാൻ എഴുതും. I⁵ എന്ന് പറഞ്ഞാൽ എന്താ, I⁵ I എന്നാണ് വരും. ഒരു I⁵ എന്നാണ് I ആണ്. അപ്പൊ എന്ത് വരും, I² ആണ്ടും എന്ത് വരും, I² എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചതാണ്. മൈനസ് ഇങ്ങനെ വരും, I⁴2 എന്ന് എഴുതാം. 6 നമുക്ക് +2 എന്ന് എഴുതാം. നോക്കി 1 I ഇവിടെ 2 വരുന്നു, I² തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താണ്, I⁵7 കഴിഞ്ഞാൽ 6 × I എന്ന് എഴുതാം. I⁵6 അപ്പൊ എന്ത് വരും, -7 I⁴ കഴിഞ്ഞാൽ I⁴ 3 എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ +3 വരുമ്പോൾ I⁵3 തന്നെയാണ്. I⁵8 എന്ത് വരും, I⁵8 എന്ന് പറഞ്ഞാൽ എന്താ വരിക, I⁵7 × I. എന്ന് പറഞ്ഞാൽ -I ആണ്, ഇൻറ്റു I. ഓക്കെ, I × I² ആണ്, -I². ഇനി എന്താണ്, I × I ആണ്. ഇനി നമ്മൾ I² -1 ആണ്, അതൊരു -1 ഉണ്ട്, which is equal to എന്താണ്, +1 എന്നാണ്. ഓക്കെ, അപ്പൊ I⁵8 നമുക്ക് എന്ത് ചെയ്യാം, 4 + 4 എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കി 4 + 1 വന്നു കഴിഞ്ഞാൽ I തന്നെ, I-യുടെ വാല്യൂ വരും. 4 + 2 വന്നാൽ I² വാല്യൂ. 4 + 3 വന്നാൽ എന്താണ്, I³ വാല്യൂ. അപ്പൊ എന്ത് ചെയ്യാണ്, 4 + 4 വന്നാൽ എന്ത് ചെയ്യാണ്, I⁴ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ I⁵25 വന്നു, I⁵25ന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യുക, I⁵25 എന്നുള്ളതിനാ
4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു നമ്പർ ആക്കി വെക്കും. അപ്പൊ അതിന്റെ അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i⁴ 4ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ എന്ത് വരും? 4, 8, 12, 16, 20, 24 വരും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാ എഴുതാം? 24 ഇൻറ്റു എന്താണ് i അല്ലെ? അപ്പൊ അല്ലെങ്കിൽ എന്താ 24 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ നമുക്കറിയാം a⁻m പ്ലസ് a⁻n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു a⁻n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? i⁴ ഇൻറ്റു i എന്ന് എഴുതാം. i⁴ ഇൻറ്റു i. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? i⁴ 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 24 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6 ആണ്, ഇൻറ്റു i എന്ന് എഴുതാം. ഇതെങ്ങനെ വരും? i⁴ 4 ദ ഹോൾ റേഷ്യോ 6 ഇൻറ്റു എന്ത് വരും? i എന്ന് വരും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? i⁴ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു i എന്ന് വരും. എന്താണ് i? ഞാൻ ഇത് കാണിച്ചത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ i⁻20 ഇവിടെ തന്നെ ആൻസർ ചെയ്താൽ പറ്റും. i⁻24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് ഇത്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 പറഞ്ഞാൽ ആരുടെ വാല്യൂ വേണ്ട? ഐയുടെ വാല്യൂ. ഇനി ഇവിടെ 26 ആണ് വരുന്നതെങ്കിൽ 24 പ്ലസ് 2 ആണ്. അപ്പൊ എന്ത് വരും? 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആകുമ്പോൾ i² വരെ എന്താണോ അതാണ് എന്ത് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? i ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനിയിപ്പോ നിങ്ങളോട് ചോദിച്ചെന്ന് വെച്ചാൽ i⁻2025 എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക? i⁻2025 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 2025 എന്ത് ചെയ്യാണ്? 4ന്റെ എത്ര മൾട്ടിപ്പിൾ ആണെന്ന്. ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 4 20 വരും. പിന്നെ എന്താണ് ഇവിടെ 2 പോകില്ല. പിന്നെ എന്താണ് 5 25 എന്ത് വരും? 6. അപ്പൊ എന്താ വരിക? 24 വരും. ബാക്കി എന്താണ്? 1 ആണ്. റിമൈൻഡർ 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? i⁻2000 അല്ലെ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത റിമൈൻഡർ 1 ആയതുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും? i⁻2024 പ്ലസ് എന്ത് വരും? 1 വരും അല്ലെ? 4 ഇൻറ്റു 406 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 2024 ആണ് വരും. ഓക്കെ, അപ്പൊ 4ന്റെ മൾട്ടിപ്ലൈ ഇൻറ്റു 1. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? i⁻2024 ഇൻറ്റു i എന്ന് എഴുതാം. ഓക്കെ, ഇനി i⁻ എന്ത് ചെയ്യാണ്? 4ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താ വരിക? 1 ആണ് വരിക. ഇനി ആ ബാക്കി വരുന്ന എന്താണ്? i ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, പല എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യം പവർ ഓഫ് i എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ട്. സെഡ് എന്ന് പറയുന്നത് a+ib ആണെങ്കിൽ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറയും. ഇതിനാ സെഡിന്റെ കോഞ്ചുഗേറ്റ് എന്നാണ് പറയുക. അതിനെ നമ്മൾ സാധാരണ എഴുതാറ് a-ib എന്നാണ്. a-ib നെയാണ് എന്ത്? സെഡിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു കോംപ്ലക്സ് പ്ലെയിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ a+ib എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ സെഡ് എന്ന് പറയുന്നത് 3 + 2i ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 - 2i ആണ്. 3 - 2i. അതായത് ഇവിടെയുള്ള ഐയുടെ ഫ്രണ്ടിലുള്ള റിയൽ പാർട്ടിനെയും ഇമാജിനറി പാർട്ടിനെയും വേർതിരിക്കുന്ന അവിടെയുള്ള സൈനിനെ നേരെ ഓപ്പോസിറ്റ് ആക്കിയത്. അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതാ വരിക. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. സെഡ് = 5 - 3i ആണ് ഉള്ളതെങ്കിൽ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 + 3i ആണ്. എല്ലാവർക്കും അതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. 3 + 2i എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കണം? അതിനെ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 3,2 എന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പൊ 3,2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആക്സിൽ 3 എന്താണ് 2. ഇതാണ് എന്ത്? ആ കോംപ്ലക്സ്. ഓക്കെ, ആര്? 3 + 2i എന്ന് പറയുന്നത് കോംപ്ലക്സ്. ഇനി അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉണ്ടാവുക? കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 - 2i ആണ്. 3 - 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇങ്ങോട്ട് വരും, -2i എവിടെ വരിക? താഴോട്ടാണ് വരിക. അപ്പൊ ഇതാണ് എന്ത്? അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. 3 - 2i. അപ്പൊ 3 - 2i ആണെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് എവിടെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മിറർ ഇമേജ് ആയിട്ട് കാണുന്നതിന് അതിന്റെ എന്ത് പറയാ? കോഞ്ചുഗേറ്റ്. അപ്പൊ ഇവിടെയാണ് കോംപ്ലക്സ് നമ്പർ ഉള്ളത്. മിറർ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പർ സൈഡ് ആണ് എന്ത് ചെയ്യുക? അതിന്റെ ഇമേജ് ആയിട്ട്. ഇവിടെ നമ്മളൊരു
മിറർ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സാധനത്തിന് ഇതിന്റെ ഉള്ളിൽ ഈ രീതിയിലാണ് കാണുക. അതിനെയാണ് എന്ത് പറയുന്നത്? അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതിനകത്ത് വളരെ ഒരു നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മള് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, സെഡ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ തന്നു. അപ്പൊ അത് നമുക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ആദ്യം കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറഞ്ഞാല് A പ്ലസ് IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്നത് A മൈനസ് IB C പ്ലസ് ID എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാല് എന്താണ്? Z1 പ്ലസ് Z2 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, Z1 പ്ലസ് Z2 നമ്മളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Z1 പ്ലസ് Z2 കാണാൻ പറഞ്ഞാൽ ഇതിന്റെ റിയൽ പാർട്ടും ഇതിന്റെ റിയൽ പാർട്ടും എന്ത് ആഡ് ചെയ്യാം? എന്ത് വരും? A പ്ലസ് C പ്ലസ് I ഇട്ടിട്ട് ഇതിന്റെ ബ്രാക്കറ്റ് ചെയ്തു I ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഈ രണ്ടിന്റെയും ഇമാജിനറി പാർട്ട് ആഡ് ചെയ്ത് നോക്കാം. B പ്ലസ് D. ഇതാണ് എന്ത് വരുന്നത്? കോംപ്ലക്സ് നമ്പറിന്റെ സം എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുക? ഇതിന്റെ റിയൽ പാർട്ട് പ്ലസ് എന്താണ്? അതിന്റെ രണ്ടിന്റെയും ഇമാജിനറി പാർട്ട് എന്നാണ് വരിക. ഇനി അതേപോലെ തന്നെ നമ്മൾ Z1 മൈനസ് Z2 ആണ് ചെയ്യുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ അകത്ത് ഇത് മൈനസ് ചെയ്യും. എന്ത് വരും? A മൈനസ് C പ്ലസ് I ഇൻറ്റു എന്ത് വരും? B മൈനസ് D. I ഇൻറ്റു എന്താണ്? B മൈനസ് ആ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെയും എന്ത് ചെയ്യാം? എന്ത് മൈനസ് ചെയ്യാം? ഇവർ രണ്ടുപേരെയും മൈനസ് ചെയ്യാം. ഓക്കെ, റിയൽ പാർട്ട് തമ്മിൽ മൈനസ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യാം? ഇമാജിനറി പാർട്ട് തമ്മിൽ മൈനസ് ചെയ്യുക. ഇതാണ് എന്ത്? കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷൻ, അതുപോലെ എന്താണ്? കോംപ്ലക്സ് നമ്പറിന്റെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ചിലപ്പോൾ ചോദിക്കാം, MC എൻട്രൻസിനൊക്കെ ഡയറക്റ്റ് ചോദിക്കാം. കാരണം സെറ്റിന്റെ യൂണിയൻ ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ വന്നിട്ട് ആ കോംപ്ലക്സ് നമ്പറിന്റെ സം എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ആ കോംപ്ലക്സ് നമ്പറിന്റെ സം ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് അഡിഷൻ നമ്മളിപ്പോ നമ്പർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 3 പ്ലസ് 2i എന്നും, അതുപോലെ Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എന്താണ്? 5 മൈനസ് 3i എന്നും എടുത്തു നീക്കാം. രണ്ട് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പൊ നമ്മളെ മനസ്സിൽ കാണണം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ? പ്ലസ് മൈനസ് 3 ഇൻറ്റു I. അപ്പൊ B എന്ന് പറയുന്ന നമ്പർ എന്താണ്? മൈനസ് 3 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യാം? സോറി, ഇത് Z1 ആണ്. അപ്പൊ എന്ത് വരുന്നു? Z1 പ്ലസ് Z2 വന്നാൽ എന്താ? രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ എന്ത് ചെയ്യാം? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് 5 വരും. എന്താണ്? പ്ലസ് I ഇൻറ്റു എന്താണ്? ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 പ്ലസ് എന്താണ്? നമ്പർ മൈനസ് 3 ആണ് റൗണ്ടിങ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 8 പ്ലസ് I ഇൻറ്റു എന്താണ്? മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 8 മൈനസ് I ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് അറിയാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി അതേപോലെ Z1 മൈനസ് Z2 എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Z1 മൈനസ് Z2 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റി? ചെയ്താൽ മതി. ഇതിന്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 3 വരും പ്ലസ് I ഇൻറ്റു എന്ത് ചെയ്യുക? 2 മൈനസ് എന്ത് വരും? ആരാണ്? മൈനസ് 3 ആണ്. അവിടെയുള്ള നമ്പർ ആരാണ്? മൈനസ്. എന്ത് വരും? ഇവിടെ മൈനസ് 2 വരും പ്ലസ് I ഇൻറ്റു ഇത് രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. എന്താണ്? 5. ഓക്കെ, മൈനസ് 2 പ്ലസ് 5i എന്ന്. ഇതാണ് എന്ത്? കോംപ്ലക്സ് നമ്പറിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും. നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ. നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ A പ്ലസ് IBയും, അതുപോലെ Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ C പ്ലസ് IDയും ആണെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. Z1 ഇൻറ്റു Z2 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ആദ്യം ഇവര് തമ്മിൽ അടുത്തടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? C പ്ലസ് ID എന്ന് എഴുതുക. അതിനുശേഷം ഇത് പലർക്കും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? ഇതും മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് വരും? ഈ സാധാരണ ഫോർമുല ആയിട്ടൊക്കെ പഠിക്കാറുണ്ട്. ഫോർമുല മറന്നു പോയാൽ നമ്മൾ പലപ്പോഴും എൻട്രൻസ് എക്സാമിനൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആയിട്ട് ഫോർമുലയൊക്കെ മറന്നു പോകും. അപ്പൊ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതിന്റെ ഫോർമുല നിങ്ങളെ കാണാതെ പഠിക്കണ്ട. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, AC. പിന്നെ എന്താ വരിക? പ്ലസ് ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ഉണ്ടാവും I ഉണ്ടാവും. AD വരും. പ്ലസ് ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ഉണ്ടാവും I ഉണ്ടാവും. BC ഉണ്ടാവും. പ്ലസ് ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? IB ഇൻറ്റു ID എന്ന് പറഞ്ഞാൽ I ഇൻറ്റു I എന്ത് വരും? I സ്ക്വയർ എന്ന് വരും അല്ലേ? I സ്ക്വയർ എന്ന് വരും. B ഇൻറ്റു D എന്ന് പറഞ്ഞാൽ BD എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? AC വരും പ്ലസ് ഇവിടെ I ഉള്ളത് കൊണ്ട് ഇവിടെ I സ്ക്വയർ ആണ്. I ഉള്ളത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. I എടുത്തിട്ട് എന്ത് ചെയ്യാം? AD പ്ലസ് BC എന്ന് വരും. പിന്നെ എന്താ? I സ്ക്വയർ മൈനസ് ആയതുകൊണ്ട് BD എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ? AC മൈനസ് BD പ്ലസ് I ഇൻറ്റു എന്താണ്? AD പ്ലസ് BC എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? കോംപ്ലക്സ് നമ്പറിന്റെ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇതാണ്. ഒന്നുമില്ല, എന്താണ്? Aയും Cയും റിയൽ പാർട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇമാജിനറി പാർട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ഇട്ടിട്ടാണ് എഴുതുക. പിന്നെ ബാക്കി എന്താണ്? Aയും Dയും പിന്നെ Bയും Cയും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ മറന്നുപോയാൽ എന്ത് ചെയ്യുക? ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി നിങ്ങൾ ഇതൊക്കെ ഇതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കെങ്കിലും അറിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് എന്താ ഇത്രയും ഇതായിട്ട് പറയുന്നത് വിചാരിക്കരുത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാണ് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഡിവിഷൻ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇത്, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണെങ്കിൽ Z1 by Z2 നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Z1 by Z2 പറയാം. ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. A+IB ഡിവൈഡ് ബൈ C+ID എന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈഡ്. അപ്പൊ നമ്മളോട് ചോദിക്കും ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് അടുത്തതായിട്ട് പറയാം, ഡീറ്റെയിൽസ് ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. അപ്പൊ എന്താണ് ഇതിന്റെ എന്ത് ചെയ്യും സിംപ്ലിഫിക്കേഷൻ ഒക്കെ പറയാം. അപ്പൊ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ. അപ്പൊ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? C-ID താഴെ വരും. ഇവിടെ എന്താ വരിക? C-ID. ഇനി എന്ത് ചെയ്യണം? ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. A+IB ഇൻറ്റു എന്ത് ചെയ്യും? C-ID ഡിവൈഡ് ബൈ എന്താണ്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഇവിടെ എന്താ പറയുന്നത്? A ആണ്. ശ്രദ്ധിക്കണം, ഇതാണ് B. ID എന്ന് പറയുന്നതാണ് B. ഓക്കെ, ഇതെന്താണ്? A, ഇതെന്താണ് B. നമുക്കൊരു റിസൾട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. A+B ഇൻറ്റു A-B. അതായത് ഒരു രണ്ട് ആൾക്കാരുടെ സമൂഹം അവരുടെ ഡിഫറൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? A² - B² ആണ്. നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. A² എന്ന് പറഞ്ഞാൽ എന്താ? C² ആണ്. -B² എന്ന് പറഞ്ഞാൽ ആരാ? ഇതിലെ D മാത്രം എടുക്കരുത്, ID മുഴുവനായിട്ട് എടുക്കണം. എന്താണ്? ID the whole. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്താണെങ്കിൽ എന്ത് വരും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പറ്റും? AC വരും. പിന്നെ എന്താ ഉള്ളത്? പിന്നെന്താ വരിക? ഇവരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -I ഇൻറ്റു AD വരും. പിന്നെ എന്താ വരിക? +I ഇൻറ്റു BC വരും. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഓൾറെഡി മൈനസ് വരും അല്ലേ? ഒരു പോസിറ്റീവ് നമ്പറും വേറെ നെഗറ്റീവ് നമ്പർ ആണ്. പിന്നെ എന്താ വരിക? I ഇൻറ്റു I² ആണ്. I² എന്ന് പറഞ്ഞാൽ I² തന്നെ എഴുതാം. ഇതാണ് D. ഓക്കെ, ബൈ എന്താ വരിക? ഇവിടെ എന്ത് വരും? C² എന്ന് വരും അല്ലെ? ഇവിടെ ഉള്ളത് എന്താണ്? C² ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇവിടെ എന്താ വരുന്നത്? I² D² എന്ന് വരിക. I² എന്താണ്? മൈനസ് ആണ്. അപ്പൊ പ്ലസ് എന്ത് വരും? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട്, അത് ഇവിടെ ശ്രദ്ധിച്ചോ, കോംപ്ലക്സ് നമ്പർ തന്നിട്ട് A+IBയും ഓക്കെ അതിന്റെ എന്താണ് കോഞ്ചുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നിങ്ങളത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. A² പ്ലസ് എന്താ വരിക? B² എന്നാണ്. ഓക്കെ, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് ആ കോംപ്ലക്സ് നമ്പർ അതിന്റെ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇവിടെ നോക്കിയേ, Z ഇൻറ്റു Z ബാർ മൈനസ് ചെയ്താൽ എന്തായിരിക്കും? ആ Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് എന്താണ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആണ് എന്ത് ചെയ്യുന്നത്? ആവശ്യം വരും. എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചു. ഓക്കെ, അതെന്ത് ചെയ്തു? ഇവിടെ വന്നു. ഇതിനകത്ത് എന്ത് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഓക്കെ, ഇതാണ് എന്ത് കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഇത് നോട്ട് ചെയ്യണേ. എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോഞ്ചുഗേറ്റും ഇവിടെ വന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ Z തന്നു, ആ കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ 1/Z മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ആൻസർ വരും? 1 വരും ആൻസർ. ഒരു നമ്പറും ആ നമ്പറിന്റെ റെസിപ്രോക്കൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ക്യാൻസൽ ചെയ്തിട്ട് 1 ആണ് ആൻസർ വരിക. അങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ സാധാരണ എന്താ പറയാ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇത് പല എക്സാമിനും MC എൻട്രൻസിനും ചോദിച്ചിട്ടുണ്ട്, MSCക്കും ചോദിക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. എന്താണ്? ഇപ്പൊ 2 എടുത്തു, അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/2. കാരണം 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1 കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടുക? 1 കിട്ടും. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാറുണ്ട്. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ എന്താ വരുന്നത്? ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ തന്നു, Z എന്ന് പറഞ്ഞിട്ട് A+IB എന്ന് പറഞ്ഞിട്ട് തന്നു. അങ്ങനെയാണെങ്കിൽ 1/Z എന്ന് പറയും. 1/Z എന്ന് പറയുന്നതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ആ ഒരു വാക്യം ഉണ്ടാവും, 1/Z കാണാനൊന്നും പറയില്ല. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് അല്ലെങ്കിൽ വിച്ച് ആർ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നാണ് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/ എന്ത് വരും? A+IB ആണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോംപ്ലക്സ് നമ്പറിൽ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പർ വന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? അതിന്റെ മുകളിൽ താരം എന്ത് ചെയ്യുക? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? A-IB വരും. ഡിനോമിനേറ്ററിൽ എന്താ വരിക? A-IB വരും. അപ്പൊ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പൊ എന്ത് വരും? 1 × A-IB എന്ന് പറഞ്ഞാൽ 1 - IB വരും. താഴെ എന്താ വരുന്നത്? ഇത് രണ്ടും എന്താണ്? A+IBയും A-IB അല്ലേ? അപ്പൊ എന്താ വരിക? ഇത് ഒരു കോംപ്ലക്സ് നമ്പർ, അതിന്റെ കോഞ്ചുഗേറ്റ് ആണ്. അപ്പൊ എന്ത് വരും? A² + B² ആണ് വരും.
ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനാ എന്ത് ചെയ്യാ 1/z എന്ന് പറയുന്നതിനാ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് പറഞ്ഞ് കംപ്ലീറ്റ് ആയില്ല. എങ്ങനെയാണ് അതിന്റെ കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ എന്താണ് a² പ്ലസ് b² എന്ന് എന്ത് ചെയ്യാൻ പറ്റും എഴുതാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു കോംപ്ലക്സ് നമ്പർ പറയുന്ന സമയത്ത് ഞാനത് ആദ്യം പറയാതിരുന്നതാണ്. ഒരു കോംപ്ലക്സ് നമ്പർ പറയുന്ന സമയത്ത് ഇപ്പൊ a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണ് a+ib എങ്കിൽ a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇതാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിനാ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് a എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് d എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് a² പ്ലസ് b² ആണ്. കാരണം റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു കോംപ്ലക്സ് നമ്പർ a+ib എന്നത് ഓൾറെഡി വേറെ a+b ഡിനോട്ട് ചെയ്യുന്ന സ്ഥലത്താണ് എന്ത് വരിക? a+ib എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഈ ഹൈറ്റ് b യും ഇതെന്തായിരിക്കും? a ആയാലാണ് നമ്മൾ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യുക. ഇനി ഒരു നമ്പർ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് വരും? ഇവിടെയാണ് 3 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉള്ളതെങ്കിൽ എന്ത് വരും? ഇത് എന്ന് പറയുന്നത് എന്താണ്? 3 + 4i ആണെങ്കിൽ എന്ത് വരും? ഈ റിയൽ പാർട്ട് ആയിരിക്കും എന്ത് വരിക? ഇവിടെ 3 ആയിട്ട് വരിക. ഇതെന്താണ്? 4 വരും. ഇതെന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 3² പ്ലസ് 4² ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി ഈ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് മോഡുലസ് ആണ്. ഇത് ഞാൻ പറയാം, ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ z = a+ib ആണെങ്കിൽ അതിന്റെ ലെങ്തിനെയാണ് മോഡുലസ് എന്ന് പറയുന്നത്. അതെന്താണ്? a² പ്ലസ് b². അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ സാധനം എന്താ? a² പ്ലസ് b². അപ്പൊ മോഡ് എന്താണ്? കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ എന്താണ്? മോഡ് z² ആണ്. റൂട്ട് ഓഫ് a² പ്ലസ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? മോഡ് z ആണ്. അപ്പൊ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മോഡ് z ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ, അപ്പൊ 1/z എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ എങ്ങനെ പറയാൻ പറ്റും? z² ഡിവൈഡ് ബൈ മോഡ് z². ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് 1/z ഈക്വലന്റ് ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാ വരിക? z² ഡിവൈഡ് ബൈ മോഡ് z². അതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കാണ്, ഇതാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മോഡുലസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, z = 3 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/z കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 3 - 2i അതിന്റെ കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ എന്ത് വരും? ഡിവൈഡ് ബൈ എന്താ വരിക? ഇതിന്റെ മോഡുലസിന്റെ സ്ക്വയർ അല്ലെ? മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3² പ്ലസ് 2². അപ്പൊ എന്താ വരിക? 3 - 2i ഡിവൈഡ് ബൈ 3² പ്ലസ് 2² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9a + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വരും അല്ലെ? 9a + 4 എന്ന് പറഞ്ഞാൽ 13 വരും. ഇതിന് ഇങ്ങനെ എഴുതാൻ പറ്റും? 3/13 - 2/13 × i എഴുതാൻ പറ്റും. ഇതാണ് അതിന്റെ റിയൽ പാർട്ട്, ഇതാണ് അതിന്റെ ഇമാജിനറി പാർട്ട്. അതായത് -2/13 ആണ് ഇതിന്റെ ഇമാജിനറി പാർട്ട്. ഇതാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി ഒരു കൺസെപ്റ്റ് കൂടി ഇതിന്റെ കൂടെ പറയാനുണ്ട്. ഇവിടെ ഇത് റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ആ കോംപ്ലക്സ് നമ്പർ റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനാ നമ്മൾ എന്ത് പറയാറുണ്ട്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ സാധാരണ തീറ്റ = എന്താ പറയാറ്? tan ഇൻവേഴ്സ് ഓഫ് y ബൈ അല്ലെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് b ബൈ a എന്നാണ് പറയുന്നത്. tan ഇൻവേഴ്സ് ഓഫ് b ബൈ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? tan തീറ്റ എന്ന് പറയുന്നത്. tan ഇൻവേഴ്സ് ഓഫ് b ബൈ a എന്ന് പറഞ്ഞത് എന്താണ്? tan തീറ്റ = എന്ത് കിട്ടും? ഇവിടെ നമ്മൾ tan തീറ്റ കണ്ടാൽ എന്താ വരിക? ഈ ആംഗിളിന്റെ tan തീറ്റ കണ്ടാൽ എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് b ആണ്, അഡ്ജസന്റ് സൈഡ് a ആണ്. അപ്പൊ തീറ്റ = എന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് b ബൈ a എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ഏതുമായിട്ട് ഉണ്ടാക്കുന്ന ആക്സിസ് ആണ്? ആംഗിൾ ആണ്. റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഇനീഷ്യൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? tan ഇൻവേഴ്സ് ഓഫ് b ബൈ a എന്ന്. ഓക്കെ, tan ഇൻവേഴ്സ് ഓഫ് b ബൈ a കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ആംഗിൾ. അത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എർഗന്റ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. θ = tan ഇൻവേഴ്സ് ഓഫ് b ബൈ a. ഇതിന്റെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക? tan ഇൻവേഴ്സ് ഓഫ് 4/3. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഇത് കൃത്യമായിട്ട് നോക്കണം. 1/z = എന്ത് വരും? ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് ഞാൻ പറയുന്നതാണ്, ഇത് വളരെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കി ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടത്തേക്ക് ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക. അപ്പൊ ഇവിടെ നമ്മള് ഈ ഭാഗം, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെയുള്ള ഈ കോംപ്ലക്സ് നമ്പർ ഈ സൈഡിനെ ഞാൻ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? എന്താ വരിക? ഇത് ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? z × z ബാർ എന്ന് വരും അല്ലെ? ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ടുള്ളത്?
മോഡ് സെഡ് സ്ക്വയർ ആണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുക, അതും അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടുക, ഇതിന്റെ ഇതാട്ടോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്, മോഡ് സെഡ് സ്ക്വയർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെഡ് ഇൻറ്റു സെഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ വാല്യൂ എന്നാണ്. സെഡ് ഇൻറ്റു സെഡ് ബാർ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു. അതുപോലെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ ഇവിടെ തീറ്റ പറഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ്, ഇപ്പോൾ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആണ് അല്ലെ. ടാൻ ഇൻവേഴ്സ് ഓഫ് ബി എ ബൈ എ ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു കോംപ്ലക്സ് നമ്പർ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ ചെയ്യുന്നത്, ഇവിടെ എന്ത് ചെയ്യും, നമ്മളൊരു ലൈന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ലൈന് മാർക്ക് ചെയ്തതിന് ശേഷം എന്തുണ്ടാവും, ആ കോംപ്ലക്സ് നമ്പർ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ നമ്മൾ ഈ സാധനം കോംപ്ലക്സ് നമ്പറിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് പറയണം, പോളാർ ഫോം പറയും. കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ആണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത്തിനെ നമ്മൾ ആർ എന്നാണ് പറയുക. അതായത് മോഡ് സെഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത്. ഓക്കെ, അതിനെയാണ് നമ്മൾ അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് ബി ബൈ എ. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഇന്ത്യ കോംപ്ലക്സ് നമ്പറിനെ ഇങ്ങനെയും കാണാറുണ്ട്, ഓർ സെഡ് ഈക്വൽ ടു എന്താണ് എക്സ് പ്ലസ് ഐ വൈ എന്നും പറയാറുണ്ട്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് വൈ ബൈ എക്സ് എന്ന് വരും അല്ലെ. ഇമാജിനറി പാർട്ട് ബൈ എന്താണ് റിയൽ പാർട്ട്. അതേപോലെ ഈ സാധനം എന്തായിട്ട് മാറും, ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ അത് അതിനനുസരിച്ച് സിമ്പലിനനുസരിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇതിന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അത് റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനിനെയും ആണ് നമ്മൾ അർഗന്റ് പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് അപ്പോ ആ ഇത് ഉപയോഗിച്ച് പറയുന്ന ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ ഫോം എന്നാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇപ്പൊ ഞാൻ കോംപ്ലക്സ് നമ്പറിനെ പറയുന്നു, ഒരു കോംപ്ലക്സ് നമ്പറിനെ എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു ഇനീഷ്യൽ ലൈൻ ഉണ്ടാവും. ഓക്കെ, ആ ഇനീഷ്യൽ ലൈനിന് ആ കോംപ്ലക്സ് നമ്പർ എത്രയാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് ആ ആംഗിൾ ആണ് ഈ തീറ്റ എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ തീറ്റ ആംഗിളിൽ എത്ര ലെങ്ത് ഉണ്ടോ അവിടെയാണ് നമ്മൾ എന്താ പറയാ എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് അത് ഉണ്ടാക്കുന്ന ആംഗിള് അത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോംപ്ലക്സ് നമ്പറിനെ മാർക്ക് ചെയ്യും. ഓക്കെ, ഈ രീതിയിൽ കോംപ്ലക്സ് നമ്പർ മുഴുവനായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മള് ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനി കോംപ്ലക്സ് നമ്പറിനെ ഈ ആറും തീറ്റ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എങ്ങനെയാ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത്, എക്സ് കോർഡിനേറ്റിലുള്ള വാല്യൂ അതുപോലെ റിയൽ കോർഡിനേറ്റിലുള്ളതും അതുപോലെ എന്താ ഇമാജിനറി ആക്സിസിലുള്ള വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നു എക്സും വൈയും പോലെ. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, 6 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് നമ്മൾ പറയാറ്. ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, 6 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. 6 എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ അത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അത് എങ്ങനെയാ പറയാന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കാർട്ടീഷ്യൻ ഫോം എടുക്കും. കാർട്ടീഷ്യൻ ഫോം എടുക്കുന്ന പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ എന്തായിരിക്കും, എക്സ് ആക്സിസിൽ എ ഡിസ്റ്റൻസ്, വൈ ആക്സിസിൽ എന്താണ് ബി ഡിസ്റ്റൻസ്, ഹൈറ്റ് ബി ആണ്. ഇതാണ് എന്ത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത് ആണ് അതിന്റെ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡോട്ടർ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ലെങ്ത് എന്തായിരിക്കും, എ ആയിരിക്കും. ഇതെന്തായിരിക്കും, ഇ ആണല്ലോ. ഇതെന്താണ്, ഇത് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു, കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഇത് അതിന്റെ ഹൈറ്റ് 6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ആണ്. നമുക്ക് അറിയാം എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഈ ലെങ്ത് എന്തുകൊണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇടുന്നത്, ഇത് എയും ഇത് ബിയും, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോറി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ എന്താണ് ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബൈ 6 എന്ന് വരും. ഓക്കെ, എ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പറ്റും, എ ആയിട്ട് എടുക്കാൻ പറ്റും. ആർ കോസ് തീറ്റ ഈക്വൽ ടു എ. ഇനി അതേപോലെ ഞാൻ സൈൻ തീറ്റനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ആർ സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ് ബി എന്ന് എഴുതാൻ പറ്റും. ആർ സൈൻ തീറ്റ ഈക്വൽ ടു, അപ്പൊ ആറും എയും ബിയും ആരുടെ ടേമിലേക്ക് വന്നു, ലെങ്തിന്റെയും ആംഗിളിന്റെയും ടേമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എന്താണ് 6 സൈൻ തീറ്റ, അതുപോലെ എ എന്ന് പറഞ്ഞാൽ എന്താണ് 6 കോസ് തീറ്റ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സാധനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് എക്ക് പകരം എന്താണ് എ പ്ലസ് സെഡ് ഈക്വൽ ടു എന്താണ് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് പകരം 6 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു എന്താണ് ബി എന്ന് പറഞ്ഞാൽ ആരാ 6 ഇൻറ്റു സൈൻ തീറ്റ ആണ്. എന്ത് വരും 6 ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. 6 രണ്ടിലും കോമൺ ആയതുകൊണ്ട് എന്താണ് കോസ് തീറ്റ പ്ലസ് ഇവിടെ 6 കോമൺ എടുത്താൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഈ സാധനം എന്താണ് 6 ഇൻറ്റു ഇതിന് നമ്മൾ ഓയിലർ ഫോർമുല ഉണ്ട്. ഇ റേസ് ടു ഐ തീറ്റയുടെ എക്സ്പാൻഷൻ ആണ് അത്. ഇ റേസ് ടു ഐ തീറ്റയാണ് നമ്മൾ എന്ത് ചെയ്യാറ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് വരിക 6 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇങ്ങനെ പറയാൻ പറ്റും. ഇതിന്റെ റിയൽ പാർട്ട് ഇതാണ്, ഇമാജിനറി പാർട്ട് എന്താണ്. അപ്പോൾ 6 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ആണ് എന്ത് ചെയ്യാറുണ്ട് പറയാൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തും. ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണ് ഈ ഒരു ഇനീഷ്യൽ ലൈൻ ഉണ്ടാവും. ഇനീഷ്യൽ ലൈൻ സാധാരണ നമ്മൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുക എക്സ് വൈ ആക്സിസ് ഒക്കെ എടുത്തിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് വന്ന് ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി ആയി, ഇവിടെ എത്തുമ്പോൾ 180 ആയി, ഇവിടെ 270 ആയി, ഇവിടെ എന്താണ് 360 ആയി. അതായത് 5/2 പൈ 3π/2 2π. പിന്നെ വീണ്ടും എന്ത് വരും അതിന്റെ കൂടെ 5/2 ആഡ് ചെയ്യും 5π/2 അങ്ങനെയാണ് എന്ത് ചെയ്യുക പോവുക. പക്ഷെ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ ആംഗിൾ പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാറ് ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്ന പോലെ തന്നെ മെഷർ ചെയ്യും. എത്ര വരും 180, അതായത് പൈ എന്നാണ് പറയുന്നത് 180. ഇനി താഴെയുള്ള ആംഗിൾ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യാറ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, മാത്തമാറ്റിക്സിൽ എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ നെഗറ്റീവ് സൈൻ ആണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തേക്ക് വരുന്നത് എന്തായിരിക്കും നെഗറ്റീവ് ആണ് വരിക. അപ്പൊ ഇവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് പറയും മൈനസ് ആയി. ഈ സ്ഥലത്തിന് 2 വിലയുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പൈ ഇതുപോലെ എന്താണ് മൈനസ്. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും ഇവിടെ നമുക്കറിയാം ഇതെന്താണ് ഇത് 5/2 ആണ്. പക്ഷെ ഈ താഴെ നമ്മൾ സാധാരണ എത്ര പറയാറ് 3π/2 270 എന്നാണ് പറയാറ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും -π/2. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആംഗിൾ അല്ലെ കോംപ്ലക്സ് നമ്പറിന്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ലൈസ് ബിറ്റ്വീൻ -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 5. ഇതിനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് അതായത് -π പൈന്റെ ഇടയിലാണ് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ സാധാരണ പറയാം. -π ഇവിടെ ഈക്വൽ ടു വരാത്തത് എന്തുകൊണ്ടാ ഇത് രണ്ടും ഒരേ സ്ഥലമാണ്. ഓക്കെ, അതുകൊണ്ട് -π ഇല്ല. -πയുടെ തൊട്ടതായ നോട്ടിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ, അതായത് -πയുടെ തൊട്ടതായ നോട്ടിൽ ഇങ്ങനെ വരുമ്പോൾ -π/2 അങ്ങനെ 0 ആയി. പിന്നെ 0 എന്ത് ചെയ്യും കൂടി π/2 പിന്നെ എന്ത് ചെയ്യാണ് π. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്തായി ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ആയി ആണ് ഉണ്ടാവുക 360 ഡിഗ്രി ഉണ്ടായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന്റെ കോംപ്ലക്സ് നമ്പറിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ത് ചെയ്യാൻ ആർഗ്യുമെന്റിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില കോംപ്ലക്സ് നമ്പർ അത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ചില കോംപ്ലക്സ് നമ്പർ ഇവിടെയാണുള്ളത്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ തന്നു ഇവിടെ തരാം. ഇവിടെ നോക്കാം. ഇപ്പൊ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -3 എന്താണ് 2y എന്ന് തന്നു. അപ്പൊ ആ കോംപ്ലക്സ് നമ്പർ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് എടുത്താൽ മതി, സാധാരണ കാർട്ടീഷ്യൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യാം. -3, -2 എവിടെയാണോ അവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ -3 എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക്, -2 എന്ന് പറഞ്ഞാൽ താഴെ. ഞാനിവിടെ മാർക്ക് ചെയ്താൽ ഞാൻ എന്താ വരിക ഇവിടെയാണ് ഈ കോംപ്ലക്സ് നമ്പർ വരിക. -3 -2y എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മള് ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ വരിക ഇങ്ങനെ വന്നിട്ട് 180 കൂടുതലുള്ള ഒരു ആംഗിളാണ് വരിക. പക്ഷെ നമ്മള് കോംപ്ലക്സ് നമ്പറിന്റെ ആംഗിൾ പറയുമ്പോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലേക്കാണ് ഇങ്ങോട്ടാണ് മാർക്ക്. ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ എന്താ വരിക -π/2ന്റെയും -πന്റെ ഇടയിലുള്ള ഒരു ആംഗിളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കിട്ടേണ്ടത്. അത് നമ്മൾ ആർഗ്യുമെന്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കാണുന്ന സമയത്ത് അത് ചോദിക്കാറുണ്ട്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ +2 ലെവലിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും.